ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ കാസ്റ്റിംഗ് ആൻഡ് ജോയിനിങ് അഥവാ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ മെയിനായിട്ട് എന്താണ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ്, അതായത് റോ മെറ്റീരിയൽസ് നമ്മൾ യൂസ്ഫുൾ ഫോം ഓഫ് എ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാനുഫാക്ചറിങ്ങിൽ വരുന്ന പ്രധാനമായ രണ്ട് പ്രോസസ്സുകളാണ് ഒന്ന് കാസ്റ്റിംഗ്, ഒന്ന് വെൽഡിങ്. ഇത് രണ്ടിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ മെയിനായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ രണ്ട് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിങ്ങിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും അതിൻ്റെ ടൈപ്സ് ഓഫ് കാസ്റ്റിങ്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യും, ഫസ്റ്റത്തെ രണ്ട് മൊഡ്യൂൾ. പിന്നെ അടുത്ത രണ്ട് മൊഡ്യൂൾ എന്ന് പറയുന്നത് വെൽഡിംഗ് ആണ്, വെൽഡിങ്ങിനെ കുറിച്ചും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് എന്താണ് കാസ്റ്റിംഗ്? ബേസിക്കലി കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഡെഫിനിഷൻ പറയുന്നത് മാനുഫാക്ചറിങ് ഓഫ് എ മെഷീൻ പാർട്ട് ബൈ ഹീറ്റിംഗ് എ മെറ്റൽ ഓർ അലോയ് above its melting point and is powering the liquid metal or alloy in a cavity approximately of same shape and size as the machine part is called as casting. അതായത് ഒരു ലിക്വിഡ് മെറ്റലിനെ ഒരു അലോയിനെ നമ്മൾ ഹീറ്റ് ചെയ്യും മെൽറ്റിംഗ് പോയിൻ്റ് അബോവ്, അപ്പോൾ അത് ലിക്വിഡായി മാറും. ഈ ലിക്വിഡായി മാറിയ സാധനം നമ്മൾ ഡിസൈഡ് ക്യാവിറ്റിയിലൂടെ നമ്മൾ ക്യാവിറ്റിയിലേക്ക് പവർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ സോൾഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈഡ് ഷേപ്പ് ആൻഡ് സൈസിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ആഫ്റ്റർ ദ ലിക്വിഡ് മെറ്റൽ കൂൾസ് ആൻഡ് സോൾഡിഫൈ ഇറ്റ്സ് സെക്യൂർസ് ടു ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് എ ക്യാവിറ്റി ആൻഡ് റിസംബിൾസ് ദ ഫിനിഷ് ദ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിലെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാസ്റ്റിംഗ് ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വർക്ക്ഷോപ്പിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന പേരാണ് ഫൗണ്ടറി എന്നുള്ളത്. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ വർക്ക്ഷോപ്പ് കാസ്റ്റിംഗ് ആർ മെയ്ഡ് ഈസ് കോൾഡ് ആസ് ഫൗണ്ടറി. ഇതിനാണ് നമ്മൾ സിമ്പിളായിട്ട് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ളത്. ഓക്കെ, അതായത് ഒരു അതായത് ഒരു മെറ്റൽ ഒരു അലോയിനെ നമ്മൾ മെൽറ്റിംഗ് പോയിൻറ്റിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നമ്മളൊരു ഡിസൈഡ് ഷേപ്പിലേക്ക് പവർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിനെ തണുപ്പിച്ച് നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കും. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാസ്റ്റിംഗ് ആർ ഡൺ ബൈ ഫോളോയിങ് സ്റ്റെപ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രിപ്പയറിങ് എ മോൾഡ്. നമുക്ക് ഏത് മോൾഡാണോ വേണ്ടത് അതിനെ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്തെടുക്കണം. ദെൻ നമുക്ക് ഏത് മോൾഡ് മെറ്റലാണോ വേണ്ടത് അതിനെ നമ്മൾ മെൽറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ട് വെക്കണം. ദെൻ ഇൻട്രൊഡ്യൂസ് ദ മെറ്റൽ ഇൻ ടു മോൾഡ്. അതായത് ഈ മെറ്റലിനെ നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കും, എന്നിട്ട് അതിനെ തണുപ്പിക്കും. അതാണ് സോൾഡിഫൈങ് ദ മെറ്റൽസ് എന്ന് പറയുന്നത്. ദെൻ അവസാനം അതിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡിസൈഡ് ഷേപ്പിനെ പുറത്തെടുക്കും തണുപ്പിച്ചിട്ട്. ഈ ഒരു പ്രോസസ്സാണ് സ്റ്റെപ്പ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് പ്രിപ്പയറിങ് ദ മോൾഡ്, സെക്കൻഡ് സ്റ്റെപ്പ് ആണ് പ്രിപ്പയറിങ് ദ മോൾട്ടൻ മെറ്റൽ, ആൻഡ് തേർഡ് വൺ ഈസ് ഇൻട്രൊഡ്യൂസിങ് ദ മോൾട്ടൻ മെറ്റൽ ഇൻ ടു ദ മോൾഡ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് സോൾഡിഫൈങ് ദ മെറ്റൽ, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് റിമൂവിങ് പീസ്. ഇതാണ് ഒരു general steps are involved in the producing the casting part. ഓക്കെ, ഇനി നമുക്ക് കാസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എനി ഇൻട്രിക്കേറ്റ് ഷേപ്പ് മേ ബി ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ക്യാൻ ബി മെയ്ഡ്. എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഇൻറ്റേർണലായിട്ടുള്ള അല്ല എക്സ്റ്റേണലായിട്ടുള്ള ഏതൊരു ഷേപ്പിനെയും നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇറ്റ് ഈസ് പ്രാക്ടിക്കലി പോസിബിൾ ടു കാസ്റ്റ് എനി മെറ്റീരിയൽ. അതായത് ഏത് ടൈപ്പ് മെറ്റീരിയൽ നമുക്ക് കാസ്റ്റ് ചെയ്യാം. പ്ലാസ്റ്റിക് ആയാലും മെറ്റൽസ് ആയാലും അലോയ്സ് ആയാലും ഏത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ കാസ്റ്റ് ചെയ്തെടുക്കാം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൂൾ റിക്വയർഡ് ഫോർ കാസ്റ്റിംഗ് പ്രോസസ് ആർ ജനറലി ഇൻഎക്സ്പെൻസീവ്. ഇതിന് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും വളരെ കോസ്റ്റ് കുറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ വലിയ ചിലവ് വരുന്നില്ല. ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ കൂളിംഗ് ഓഫ് എ കാസ്റ്റിംഗ് ഈസ് ജനറലി യൂണിഫോം ഫ്രം ഓൾ ഡയറക്ഷൻ, ഹെൻസ് ഇറ്റ് ഈസ് ജനറലി ഡസ് നോട്ട് ഹാവ് എ ഇൻഡയറക്ഷണൽ പ്രോപ്പർട്ടി. ഇത് ഓൾറെഡി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല, എല്ലാ ഏരിയയിലും ഒരേ പ്രോപ്പർട്ടി ആയതുകൊണ്ട് അതിന് കൂടുതൽ കൂൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് മെനി മെറ്റീരിയൽ ക്യാൻ ഓൺലി ബി പ്രോസസ്ഡ് ബൈ എ കാസ്റ്റിംഗ് പ്രോസസ് ബിക്കോസ് ഓഫ് ദർ മെറ്റലർജി കൺസേൺ. ചില പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ദെൻ സിക്സ്ത് പോയിന്റ് ഇറ്റ് ഈസ് പ്രാക്ടിക്കലി പോസിബിൾ ടു മേക്ക് എ കാസ്റ്റിംഗ് ഫോർ എനി സൈസ്. ഏത് സൈസിലുള്ള സാധനങ്ങൾ നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, അപ് ടു 200 ടൺ വരെ. ഓക്കെ, ഇതിൻ്റെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കാസ്റ്റിംഗ് പ്രോസസ്സിന് എന്താണ് ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ജനറലി ഡയമെൻഷൻ അക്യുറസിയാണ്. അത് മെയിനായി സാൻഡ് കാസ്റ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ചില ഡയമെൻഷനിൽ അവസാനം വരുമ്പോൾ ചെറിയ എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. അതായത് ജനറലി ദ ഡയമെൻഷൻ അക്യുറസി ഓഫ് എ കാസ്റ്റിംഗ് പ്രോഡക്റ്റ് ഇൻ കേസ് ഓഫ് എ സാൻഡ് കാസ്റ്റിംഗ് ആർ not so good and cannot be used for the final use. Hence the further processing of a casting is required before final use എന്നാണ് പറയുന്നത്. ഓക്കെ,
സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സാൻഡ് കാസ്റ്റിങ്ങിന് ലേബർ ചാർജ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വിത്ത് സം മെറ്റീരിയൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ഓവർകം ദ ഡിഫക്റ്റ് അറൈസിങ് ഡ്യൂ ടു ദ മോയ്സ്ചർ പെർസെൻറ്റ്. നമ്മൾ ഈ സാൻഡിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് പ്രോപ്പർട്ടീനെ ചിലപ്പം ഡിപ്പെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ചെറിയ ചെറിയ എറേഴ്സും കാര്യങ്ങളൊക്കെ വരാണ്ട്. അതാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാസ്റ്റിങ്ങിൻ്റെ സെറ്റപ്പാണ് കാണുന്നത്. കാസ്റ്റിംഗ് ടെർമിനോളജി എന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മളൊരു സിമ്പിൾ സെറ്റപ്പ് കാസ്റ്റിംഗ്. ഇതിന് നമുക്ക് മെയിനായിട്ട് ഒരു മൗൾഡ് ബോക്സ് ഉണ്ട്. അതാണ് കാണുന്ന റെഡ് വലിയ ബോക്സിനെയാണ് നമ്മൾ മൗൾഡ് ബോക്സ് എന്ന് പറയുന്നത്. ഈ മൗൾഡ് ബോക്സിൻ്റെ ടോപ്പ് പോർഷന് നമ്മൾ കോപ്പെന്നും ബോട്ടം സ്പേസിനെ നമ്മൾ ഡ്രാഗ് എന്ന് പറയുന്നത്. സെൻട്രൽ പോർഷനെ നമ്മൾ പറയുന്നതാണ് പാർട്ടിംഗ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു പവറിങ് കപ്പ് ഉണ്ട്. പവറിങ് കപ്പ് എന്ന് പറഞ്ഞാൽ പവറിങ് കപ്പിലൂടെയാണ് നമ്മൾ മോൾട്ടൻ മെറ്റൽ ലിക്വിഡായിട്ട് പവർ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ അവിടുന്ന് ഒരു ഡൗൺ സ്പ്രൂ ഉണ്ട്. ഡൗൺ സ്പ്രൂ യൂസ് ചെയ്തിട്ട് ആ ഒഴിച്ചു കൊടുക്കുന്ന മോൾട്ടൻ മെറ്റൽ താഴോട്ട് വരും, ഡൗൺ വാർഡിലേക്ക് വരും. എന്നിട്ട് അവിടുന്ന് റണ്ണേഴ്സ് യൂസ് ചെയ്തിട്ട് അത് ഹൊറിസോണ്ടലി മൂവ് ചെയ്യിപ്പിച്ച് നമ്മൾ ഒരു ഗേറ്റ് വാൽവ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ മോൾഡിൻ്റെ ഉള്ളിലേക്ക് ഈ മോൾഡൻ മെറ്റലിനെ ഫില്ല് ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു കാസ്റ്റ് കാവിറ്റിയും കാര്യങ്ങളും കാണുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ താഴോട്ടുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ വരുന്ന ഫസ്റ്റ് പാർട്ടാണ് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒരു വുഡൻ ഫ്രെയിമാണ് വിത്തൗട്ട് ഫിക്സഡ് ടോപ്പ് ഓർ ബോട്ടം ഇൻ വിച്ച് ദ മോൾഡ് ഈസ് ഫോംഡ്. അതിൽ ഏറ്റവും താഴത്തെ ഭാഗത്തിന് പറയുന്നതാണ് ഡ്രാഗ്, മുകളിലത്തെ ഭാഗത്തിന് പറയുന്നതാണ് കോപ്പ്. അതായത് ഡ്രാഗ് എന്ന് പറഞ്ഞാൽ ലോവർ മോൾഡിംഗ് ഫ്ലാസ്ക്, കോപ്പ് എന്ന് പറഞ്ഞാൽ അപ്പർ മോൾഡിംഗ് ഫ്ലാസ്ക്. ഓക്കെ, അതിൽ ചീക്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് മോൾഡിംഗ് ഫ്ലാസ്ക് യൂസ് ചെയ്യുന്ന 3 പീസ് മോൾഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പാറ്റേൺ ആണ്. പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിപ്ലിക്ക ഓഫ് എ ഫൈനൽ ഒബ്ജക്റ്റ് ടു ബി മെയ്ഡ്. ദ മോൾഡ് ക്യാവിറ്റി ഈസ് മെയ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാറ്റേൺ. നമുക്ക് എന്ത് രൂപമാണോ വേണ്ടത് ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് പാറ്റേൺ. അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് വേണ്ടത്. റെക്റ്റാങ്കിൾ ഒരു വുഡൻ പീസ് വെച്ചിട്ട് നമ്മൾ മോൾഡ് ചെയ്തെടുക്കണം. മോൾഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ഡിസൈഡ് ഷേപ്പിലേക്ക് കൊണ്ടുവരണം. എന്നിട്ടാണല്ലോ അതിൽ മോൾട്ടൻ മെറ്റൽ നമ്മൾ ഫില്ല് ചെയ്യുക. ഓക്കെ, അതിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. മൂന്നാമത്തെ തന്നെ പാർട്ടിംഗ് ലൈൻ. അതായത് പാർട്ടിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രാഗും കോപ്പും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ദ ഡിവൈഡിങ് ലൈൻ ബിറ്റ്വീൻ ദ 2 മോൾഡിംഗ് ഫ്ലാസ്ക്. അതായത് ഡ്രാഗും കോപ്പും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ഫ്ലാസ്കിനെയാണ് നമ്മൾ പാർട്ടിംഗ് ലൈൻ എന്ന് പറയുന്നത്, ആ ലൈനിനെ. അടുത്തതാണ് പവറിംഗ് ബേസിൻ. പവറിംഗ് ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്മോൾ ഫണൽ ഷേപ്ഡ് ആസ് എ ക്യാവിറ്റി അറ്റ് ദ ടോപ്പ് ഓഫ് ദ മോൾഡ് ഇൻ ടു ദ മോൾട്ടൻ മെറ്റൽ. ഏറ്റവും മുകളിൽ ഉണ്ടാകുന്നൊരു ഫണലാണ്, അതിലൂടെയാണ് നമ്മൾ മോൾട്ടൻ മെറ്റൽ ഫില്ല് ചെയ്യുന്നത്. സ്പ്രൂ എന്ന് പറഞ്ഞാൽ ദ പാസേജ് ത്രൂ വിച്ച് ഈസ് ദ മോൾട്ടൻ മെറ്റൽ ഫ്രം ദ പവറിംഗ് ബേസിൻ റീച്ചസ് ദ മോൾഡ് ക്യാവിറ്റി. ഇൻ മെനി കേസസ് ഇറ്റ് ഈസ് കൺട്രോൾ ഈസ് ദ ഫ്ലോ ഓഫ് മെറ്റൽ ഇൻ ടു ദ മോൾഡ്. അതായത് ഒഴിച്ച് ചേർക്കണം സാധനം താഴോട്ട് മൂവ് ചെയ്യുന്നു സ്പ്രൂ വഴി. Then runners use the channel through which the molten metal is carried from the sprue to the gate വാൽവിൻ്റെ അടുത്തേക്ക് പാസ് ചെയ്യുന്നത് റണ്ണേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. റൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the column of molten metal placed into the mold to feed the casting as it is shrink and solidifies and also known as a feeder head. അതായത് ഇത് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ എറേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ മോൾട്ടൻ മെറ്റൽ അതിലേക്ക് ഫില്ല് ചെയ്യുക, ശ്രിങ്കേജസും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് മോൾട്ടൻ മെറ്റൽ ടോപ്പ് റൈസറിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗേറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത 8ാമത്തെ പാർട്സാണ് ഗേറ്റ്. ഗേറ്റ് എന്ന് പറഞ്ഞാൽ എ ചാനൽ ത്രൂ വിച്ച് ഈസ് ദ മോൾട്ടൻ മെറ്റൽ എൻറ്റേഴ്സ് ഇൻ ദ മോൾഡ് ക്യാവിറ്റി. അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന സ്ഥലത്താണ് ഗേറ്റ് ഉണ്ടാവുക. ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ മോൾഡിൻ്റെ ഉള്ളിലേക്ക് മോൾട്ടൻ മെറ്റൽ എൻ്റർ ചെയ്യുള്ളൂ. ഓക്കെ, ഇത്രയാണ് പ്രധാനമായൊരു പ്രധാനമായിട്ടും കാസ്റ്റിംഗ് ടെർമിനോളജിയിൽ വരുന്ന കുറച്ച് ടേംസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ ടേംസ് കഴിഞ്ഞു. ഇനി നമ്മൾ അതിൽ അടുത്ത് പഠിക്കുമ്പോൾ എന്താണ് പാറ്റേൺസ്. പാറ്റേൺസ് നമ്മൾ എന്താ ജസ്റ്റ് പറഞ്ഞു. ഡെഫിനേഷനായി പറയുന്നത് പാറ്റേൺ ഈസ് ദ റിപ്ലിക്ക ഓഫ് എ ഒബ്ജക്ട് ടു ദ കാസ്റ്റ് യൂസ്ഡ് ടു പ്രിപ്പയർ ദ ക്യാവിറ്റി ഇൻ ടു വിച്ച് മോൾട്ടൻ മെറ്റീരിയൽ വിൽ ബി പവേർഡ് ഡ്യൂറിങ് ദ കാസ്റ്റിംഗ് പ്രോസസ് എന്നാണ് പറയുന്നത് പാറ്റേൺ. അതായത് നമ്മളൊരു റിപ്ലിക്ക ഒബ്ജക്റ്റ് നമ്മളതിൽ യൂസ് ചെയ്തിട്ട് മോൾഡ് ചെയ്തിട്ട് ആ സാധനത്തിനെ നമ്മൾ റിമൂവ് ചെയ്യും. എന്നിട്ട് ആ സ്ഥലത്തേക്കാണ് നമ്മൾ ലിക്വിഡ് മെറ്റൽ ഒഴിക്കുന്നത്. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പാറ്റേൺ എന്ന് പറയുന്നത്. പാറ്റേണിൽ മെയിൻലി യൂസ് ചെയ്യുന്നത് പാറ്റേൺസ് ആർ യൂസ്ഡ് ഇൻ സാൻഡ് കാസ്റ്റിങ്ങിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വുഡ് ആൻഡ് മെറ്റൽ, പ്ലാസ്റ്റിക് ഓർ അതർ മെറ്റീരിയൽസ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ജസ്റ്റ് പാറ്റേണിനെ കുറിച്ച് പറയാനുള്ളത്.
ഇനി കുറച്ച് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേണിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മെയിൻലി നമുക്ക് 10 ടൈപ്പ് പാറ്റേൺസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഈസ് വൺ പീസ് ഓർ സോളിഡ് പീസ് പാറ്റേൺ എന്നുള്ളതാണ് ഫസ്റ്റ് പാറ്റേൺ. ഈ പാറ്റേണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോളിഡ് പാറ്റേൺ ഈസ് മെയ്ഡ് ഓഫ് എ സിംഗിൾ പീസ് വിത്തൗട്ട് ജോയിൻ. അതായത് ഇതൊരു സിംഗിൾ പീസ് ആയിരിക്കും, അതിന് വേറെ ജോയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു പാറ്റേൺ ഉണ്ടാവത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് എ പാറ്റേൺ എന്നാണ് ഈ പാറ്റേണിനെ നമ്മൾ പറയുന്നത്. ഇതാണ് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, പാറ്റേണിലെ ഫസ്റ്റ് പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് വൺ പീസ് ഓർ സോളിഡ് പീസ് പാറ്റേൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളിപ്പം സിംഗിൾ പീസ് പറഞ്ഞാൽ മതി, 2 പീസ് ഓർ സ്പ്ലിറ്റ് പാറ്റേൺ. രണ്ട് സാധനങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് ആയിരിക്കും അതുണ്ടാവുക. When the solid pattern is difficult for withdrawal from the mold cavity, then solid pattern is split into 2 parts. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയുന്ന കാര്യം. ഇതിപ്പം രണ്ട് സാധനം ഉണ്ടാവും, ഒരു കോപ്പും ട്രാക്കും രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത് ഡ്യുവൽ പെൻ വെച്ചിട്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇത് ഇളക്കി മാറ്റാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ വിഡ്രോവൽ ഫ്രം ദ മോൾഡ് ക്യാവിറ്റി ദാൻ ദ സോളിഡ് പാറ്റേൺ ഈസ് സ്പ്ലിറ്റഡ് ഇൻ ടു 2 പാർട്സ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് പാറ്റേൺ ഈസ് മെയ്ഡ് ഇൻ ടു 2 പീസസ് വിച്ച് ആർ ജോയിൻഡ് അറ്റ് ദ പാർട്ടിംഗ് ലൈൻ ബൈ മീൻസ് ഓഫ് എ ഡെവൽ പിൻ വെച്ചിട്ടാണ് ഇത് കമ്പൈൻ ചെയ്യുന്നത്. അത് ഒഴിവായി കഴിഞ്ഞാൽ അത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ദ സ്പ്ലിറ്റിംഗ് അറ്റ് ദ പാർട്ടിംഗ് ലൈൻ ഈസ് ഡൺ ടു ഫെസിലിറ്റേറ്റ് ദ വിഡ്രോവൽ ഓഫ് എ പാറ്റേൺ. ഫെസിലിറ്റേറ്റ് വിഡ്രോവൻ ചെയ്യാൻ കഴിയുന്നതാണ് ഈ 2 പീസ് ഓർ സ്പ്ലിറ്റ് പാറ്റേൺ കൊണ്ട് പറയുന്നത്. അടുത്തത് കോപ്പ് ഓർ ട്രാക്ക് പാറ്റേൺ എന്നുള്ളതാണ്. കോപ്പ് ഓർ ട്രാക്ക് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് കേസ് കോപ്പ് ആൻഡ് ട്രാക്ക് പാറ്റേൺ നമ്മൾ എന്താണെന്ന് പറഞ്ഞു. കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലും ട്രാക്ക് എന്ന് പറഞ്ഞാൽ താഴെയുള്ള സാധനമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മോൾഡ് ആർ പ്രിപ്പയർഡ് ഇൻ സെപ്പറേറ്റ്ലി. ദിസ് ഈസ് ഡൺ വെൻ ദ കംപ്ലീറ്റ് മോൾഡ് ഈസ് ടു ഹെവി ടു ബി ഹാൻഡിൽഡ് ബൈ എ സിംഗിൾ ഓപ്പറേറ്റർ. ഇത് കുറച്ച് ഹെവിയാണ്, ഒരു സിംഗിൾ ഓപ്പറേറ്റർ കൊണ്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ്. ദ പാറ്റേൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 halves വിച്ച് ആർ മൗണ്ടഡ് ഇൻ ഡിഫറെൻറ്റ് പ്ലേറ്റ്സ്. ഇതാണ് ആ ഫിഗർ. അതായത് 2 പ്ലേറ്റ്സ് ഉണ്ടാവും, കോപ്പ് മുകളിലും ഡ്രാഗ് താഴത്തും, പിന്നെ 2 പ്ലേറ്റ് അതിൻ്റെ മുകളിലുണ്ടാവും. ഇത് രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് അതിനോട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ്. ഓക്കെ, അടുത്ത ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ 3 പീസ് ഓർ മൾട്ടി പീസ് പാറ്റേൺ ആണ്. ഫോർത്ത് വൺ മൾട്ടി പീസ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി പീസ് പാറ്റേൺ ഈസ് എ ഗുഡ് സൊല്യൂഷൻ ഫോർ കോംപ്ലക്സ്. അതായത് ഒരു കോംപ്ലക്സ് ആയിട്ട് ഡിസൈൻ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഡിസൈൻസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ യൂസ് ചെയ്യുന്നതാണ് 3 പീസ് ഓർ മൾട്ടി പീസ് പാറ്റേൺ എന്ന് പറയുന്നത്. This kind of pattern includes 3 or more pattern which is help you to achieve a mold making. അതായത് 3 അതിൽ കൂടുതലോ പാറ്റേൺ കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുക. പക്ഷേ ഇത് ചെയ്യാൻ കുറച്ച് കോംപ്ലക്സ് ഡിസൈൻ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് മെയിനായിട്ട് ഇതിൽ കോംപ്ലക്സ് ഡിസൈൻസാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് 3 പീസ് ഓർ മൾട്ടി പീസ് പാറ്റേണിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ ലൂസ് പീസ് പാറ്റേൺ ആണ്. ലൂസ് പീസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ അതിൽ 2 പീസ് ഉണ്ടാവും, 2 പീസോ 3 പീസ് ഉണ്ടായിട്ട് ഒരു പീസ് ലൂസായി കൺസിഡർ ചെയ്യും. അത് തന്നെയാണ് അതിൻ്റെ ലൂസ് പീസ് പാറ്റേൺ. ദ ലൂസ് പീസ് പാറ്റേൺ ഈസ് യൂസ്ഡ് വെൻ ദ പാറ്റേൺ ഈസ് ഡിഫിക്കൽട്ട് ഫോർ വിഡ്രോവൽ ഫ്രം ദ മോൾഡ്. വിഡ്രോ ചെയ്യാൻ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്. അതുപോലെ ലൂസ് പീസ് ആർ പ്രൊവൈഡഡ് ഓൺ ദ പാറ്റേൺ ആൻഡ് ദേ ആർ ദ പാർട്ട് ഓഫ് എ പാറ്റേൺ. അതായത് ലൂസ് പീസ് ആർ പ്രൊവൈഡ് ടു പാറ്റേൺ, ദേ ആർ ഇൻ ദ പാർട്ട് ഓഫ് എ പാറ്റേണിൻ്റെ പാർട്ടാണ്. ദ മെയിൻ പാറ്റേൺ ഈസ് റിമൂവ്ഡ് ഫസ്റ്റ്. അതായത് മെയിൻ പാറ്റേൺ ആദ്യം നമ്മൾ റിമൂവ് ചെയ്യും. ദെൻ ലീവിങ് ദ ലൂസ് പോർഷൻ ഓഫ് ദ പാറ്റേൺ ഇൻ ദ മോൾഡ്. ലൂസ് പീസ് നമുക്ക് ലാസ്റ്റ് സിമ്പിളായിട്ട് എടുക്കാമല്ലോ, അതുകൊണ്ട് തന്നെ ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള ഭാഗം ആദ്യം എടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഫൈനലി ദ ലൂസ് പീസ് ഈസ് എ വിഡ്രോവൽ സെപ്പറേറ്റ്ലി ലീവിങ് ദ ഇൻട്രിക്കേറ്റ് മോൾഡ് എന്നാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഫിഗർ. ഇത് 2 മോൾഡ് ഉണ്ടാവും, ഒന്ന് എ എന്ന് പറയണം, ബി ഉണ്ടാവും. എ എന്ന് പറയുന്നത് ടൈറ്റ് ആണെങ്കിൽ ബി എന്ന് പറയുന്നത് ലൂസ് ആയിരിക്കും. അതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അടുത്ത 6ാമത്തെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് പ്ലേറ്റ് പാറ്റേൺ എന്നാണ് പറയുന്നത്. ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് പാറ്റേൺ ഈസ് മെയ്ഡ് ഇൻ ടു 2 halves ആൻഡ് ഈസ് വൺ മൗണ്ടഡ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ വുഡൻ ഓർ മെറ്റാലിക് പ്ലേറ്റ് നോൺ ആസ് മാച്ച് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. 2 പ്ലേറ്റുകൾ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ നമ്മൾ റണ്ണേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും, അതുപോലെ പാറ്റേൺ വെച്ചിട്ടുണ്ടാവും. ദ ഗേറ്റ് ആൻഡ് റണ്ണേഴ്സ് ആർ ഓൾസോ അറ്റാച്ച്ഡ് ഇൻ ദ പ്ലേറ്റ് സൈഡിൻ്റെ അടുത്ത് 2 ഗേറ്റ്സും റണ്ണേഴ്സും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദ പാറ്റേൺ ഈസ് യൂസ്ഡ് ഫോർ മെഷീൻ മോൾഡിങ് വേണ്ടിയുള്ളൂ. അതിൽ ഗേറ്റ് ഓപ്പൺ ആയിട്ട് അതിലൂടെയാണ് ഈ സാധനം എൻ്റർ ചെയ്യുന്നത്, ഇത് മോൾഡ് മെറ്റൽ. ഓക്കെ, ഈ ഒരു
ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പാറ്റേണിനെയാണ് നമ്മൾ മാച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. അതായത് ദിസ് പാറ്റേൺ ഈസ് മെയ്ഡ് ഇൻ ടു 2 ഹൗസ് ആൻഡ് വൺ ഈസ് മൗണ്ടഡ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് എ വുഡൻ ഓർ മെറ്റാലിക് പ്ലേറ്റ് നോൺ ആസ് മാച്ച് പ്ലേറ്റ്. ഓക്കെ. ഏഴാമത്തതിനെയാണ് ഷെൽ പാറ്റേൺ എന്ന് പറയുന്നത്. ഷെൽ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെൽ പാറ്റേൺ ഈസ് എ ഗുഡ് ചോയ്സ് ടു ക്രിയേറ്റ് എ ഹോളോ ഷേപ്പ്ഡ് സ്ട്രക്ചർ. അതായത് ഒരു ഹോൾ ഷേപ്പ്ഡ് സ്ട്രക്ചേഴ്സ് ആണ്. ദ പാർട്ട് അലോങ് ദ സെൻറ്റർ ആൻഡ് ഡോവൽ ആർ റിസൾട്ട് ഇൻ ടു ദ, നമ്മൾ നേരെ ഷെല്ലായിട്ടുണ്ടാവും, അതിലേക്ക് നേരെ ഇത് ഫിറ്റ് ചെയ്യണതാണ്. ഇതിനാണ് നമ്മൾ ഷെൽ പാറ്റേൺസ് എന്ന് പറയുന്നത്. ഹോളോ ഷേപ്പ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഷെൽ പാറ്റേൺ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ. അടുത്തതായിട്ട് ഗേറ്റ് പാറ്റേൺ ആണ്. ഗേറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഗേറ്റ് പാറ്റേൺ കൺസിസ്റ്റ് ഓഫ് എ 1 or more പാറ്റേൺസ് ഓഫ് എ മോഡൽ. അത് കുറേ പാറ്റേൺസിന് ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഗേറ്റ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിസൈൻഡ് ഫോർ ദ മോൾഡ് വിച്ച് ഈസ് മേക്ക് എ മൾട്ടിപ്പിൾ കമ്പോണൻറ്റ്സ്. അതായത് മൾട്ടിപ്പിൾ കമ്പോണൻറ്റ് ഓഫ് ഒരു കസ്റ്റമർ പ്രോസസ്സിൻ്റെ മൾട്ടിപ്പിൾ കമ്പോണൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ കഴിയുന്നതാണ് ഗേറ്റ് പാറ്റേണിൻ്റെ പ്രത്യേകത. ദ ഗേറ്റ് ആർ യൂസ്ഡ് ടു കമ്പൈൻ ദ ഡിഫറെൻറ്റ് പാറ്റേൺസ്. ദ റണ്ണേഴ്സ് ടു ക്രിയേറ്റ് എ ഫ്ലോ. റണ്ണേഴ്സ് യൂസ് ചെയ്തിട്ട് ഫ്ലോ വേ ഓഫ് മോൾട്ടൻ മെറ്റീരിയൽ. ഫ്ലോ വേ ഫോർ ദ മോൾട്ടൻ മെറ്റീരിയൽ എന്നതിലേക്കുള്ള ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ ഒരു ടൈപ്പിനെയാണ് നമ്മൾ ഗേറ്റ് പാറ്റേൺ എന്ന് പറയുന്നത്. ദിസ് കൈൻഡ് ഓഫ് പാറ്റേൺ ഈസ് എക്സ്പെൻസീവ് ആണ്. യൂഷ്വലി യൂസിന് ഫോർ ചെറിയ കാസ്റ്റിങ്ങിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് അതാണ് ഗേറ്റ് പാറ്റേണിൻ്റെ പ്രത്യേകത. അടുത്തതെന്ന് പറഞ്ഞാൽ സ്കെൽട്ടൺ പാറ്റേൺ. സ്കെൽട്ടൺ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഹെവി മോൾഡിനെ യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്കെൽട്ടൺ പാറ്റേൺ എന്ന് പറയുന്നത്. Skeleton pattern is the large in the size and it is a good choice for the casting which has the simplest size and shape. This kind of casting pattern is expensive and it is versatile. If you want to use a casting pattern, you should highlight the wood frames when you casting. Wood frames are mainly used in the skeleton pattern is widely used for industrial of bitter floor welding in the case ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. സ്കെൽട്ടൺ ടൈപ്പ് പാറ്റേൺ ഇതിലാണ്. ഓക്കെ. മെയിൻലി ലാർജ് സൈസ് ഓഫ് പാറ്റേൺ ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഗുഡ് ചോയ്സ് ഫോർ കാസ്റ്റിംഗ് ആൻഡ് വിച്ച് ഹാസ് എ സിംപ്ലസ്റ്റ് സൈസ് ആൻഡ് ഷേപ്പ്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ടെൻത്ത് പോയിൻ്റാണ് ഫോളോ ദ ബോർഡ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത ആണ് വെൻ ദ യൂസ് ഓഫ് എ സോളിഡ് ഓർ സ്പ്ലിറ്റ് പാറ്റേൺ ബിക്കം എ ഡിഫിക്കൽട്ട് എ കോണ്ടൂർ കറസ്പോണ്ടിങ് ടു ദ എക്സാക്ട് ഷേപ്പ് ഓഫ് വൺ ഹാഫ്. അതായത് ഒരു എക്സാക്റ്റ് ഷേപ്പ് ഉണ്ടാക്കാൻ കഴിയും ഇതിനുകൊണ്ട് കോണ്ടൂസിൻ്റെ ബോർഡിൽ. ഇഫ് ദ പാറ്റേൺ ഈസ് മെയ്ഡ് ഇൻ വുഡൻ ബോർഡ് വെച്ചിട്ടാണ് ഈ ബോർഡ് ഉണ്ടാക്കിയത്, ഇറ്റ്സ് കോൾഡ് ഫോളോ ബോർഡ് ആൻഡ് ഇറ്റ് ഈസ് ആക്ട് ആസ് എ മോൾഡിംഗ് ബോർഡ് ഫോർ ദ ഫസ്റ്റ് മോൾഡിംഗ് ഓപ്പറേഷൻസ് ആണ്. ഇതിനെയാണ് നമ്മൾ ഫോളോ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇത്രയാണ് നമ്മളെ ഫസ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ പറയുന്നത്. അതിൽ ഈ പാറ്റേൺസിൻ്റെ നിങ്ങൾ എന്തായാലും പഠിക്കുക. ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. അതുപോലെ കാസ്റ്റിങ്ങിൻ്റെ ടെർമിനോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏകദേശം 8-9 ടേംസ് അതിൽ പഠിക്കാനുണ്ട് കാസ്റ്റിങ്ങിൻ്റെ ഒരു പാർട്ട്. ഓക്കെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എന്താണെന്നുള്ളത് അതെന്താ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു, കഴിഞ്ഞ് എന്താണ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു, അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു, പിന്നെ കാസ്റ്റിംഗ് ടെർമിനോളജീസ് പറഞ്ഞു, അതിൽ ഓരോ ടേംസ് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്താണ് പാറ്റേൺ എന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് പാറ്റേൺസ് 10 ടൈപ്പ് പാറ്റേൺസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ.